എന്ത്? വിയറ്റ്നാം സോളോ ട്രിപ്പ് 1 മാസത്തേക്കോ? സുബു ചേട്ടാ നോക്ക്, അനുഷ്ക വിയറ്റ്നാമിലേക്ക് പോയി 1 മാസത്തേക്ക്. നീയും പ്ലാൻ ചെയ്യ്. നിന്നെ ആരാ സ്റ്റോപ്പ് ചെയ്യുന്നേ? നിങ്ങൾ എന്നെ പോലെ ഇൻവെസ്റ്റ്മെന്റ് നല്ലപോലെ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണോ? ഓ അത് ശരി. അപ്പൊ നിന്റെ SIP നിന്നെ യാത്രകളിൽ നിന്ന് തടയുകയാണോ? അതെങ്ങനെ? തീർച്ചയായും. ഇപ്പോൾ ഞാൻ SIP യിൽ നിക്ഷേപിക്കുന്ന പണം, ആ പണം കൊണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ശരി, അത് വിട്. ഈ യാത്രയ്ക്കുള്ള പണം അനുഷ്ക എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് എന്നോട് പറ. അനുഷ്ക 30% എല്ലാ മാസവും സാലറിന്ന് സാഹസിക യാത്രകൾക്കായി മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഔട്ട്ഡോർ പാർട്ടികളൊക്കെ അപൂർവം. കാരണം അവൾക്ക് ട്രാവൽ ഗോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അനീഷ എന്താണ് ചെയ്യുന്നത്? അനീഷ 10% നിക്ഷേപിക്കുന്നു. പിന്നെ പിന്നെ പുറത്തു പോയി കഴിക്കുന്നു എല്ലാ ആഴ്ചയും. പാർട്ടികൾ, ഷോപ്പിംഗ്സ്, ട്രിപ്സ് പോകാറില്ലേ? ഇപ്പൊ എന്താണ് ഞാൻ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായോ? നീ പറയുന്നത് ഞാൻ നല്ലപോലെ പ്ലാൻ ചെയ്ത എനിക്കും വിയറ്റ്നാം പോകാം 1 മാസത്തേക്ക്? യെസ്, നിനക്ക് പറ്റും. താങ്ക് യു ജീനിയസ്. എനിക്കും അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നാ മതി. ഉറപ്പായും. ഹായ്. കണ്ടോ സുബു ചേട്ടാ? ആ കണ്ടു. ലൈക്കും ചെയ്തു, കമന്റും ഇട്ടിട്ടുണ്ട് ഫോട്ടോയ്ക്ക്. നോക്ക്, ആകെ ഒരു 8 മന്ത്സ് എടുത്തു. കുറച്ച് പ്ലാനിങ്, കുറച്ച് ഡിസിപ്ലിൻ, പിന്നെ നിന്റെ SIP ഇൻവെസ്റ്റ്മെന്റും കൂടെ കൊണ്ടുപോയി, അതിലൊരു കോംപ്രമൈസും ഇല്ലാതെ. അതെ സുബു ചേട്ടാ, ചിലപ്പോൾ നിങ്ങൾ ശരിയായ കാര്യങ്ങൾ മാത്രമേ പറയൂ. ഭാവിയിലെ ഉപയോഗത്തിന് വേണ്ടി ഈ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സുബു ചേട്ടൻ പറയുന്നത് വളരെ നല്ലതാ, പക്ഷെ അത് മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യത്തിൽ മാത്രം. ഓ, അത് ഡിസ്ക്ലെയിമർ അല്ലേ? അത് മ്യൂച്വൽ ഫണ്ടിലും ഉണ്ടല്ലോ. ശരി സുബു ചേട്ടാ, എനിക്ക് പോണം. ബൈ, ലവ് യു. ഓക്കേ, ബൈ. നല്ലതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.